നമസ്കാരം. ഞാൻ ഡോക്ടർ ബീന. അറിയാതെ പോകരുത് എന്ന എൻ്റെ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ കരുണ എന്താണെന്ന് നോക്കാം. കരുണ എന്നത് ഒരു മനോഭാവവും ആചാരവുമാണ്. മറ്റുള്ളവരുടെ ദുരിതം, വിഷമം എന്നിവ തിരിച്ചറിയുക, അവരെ സഹായിക്കാൻ ആഗ്രഹിക്കുക എന്ന ഒരു രീതിയാണ്. ഇത് സ്നേഹത്തിൻ്റെ ഒരു രൂപം ആണെന്ന് പറയാം. എന്നാൽ കരുണയിൽ കൂടുതൽ സംവേദന ശക്തിയും അനുകമ്പയും കാണപ്പെടുന്നു. കാരുണ്യത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മറ്റുള്ളവരുടെ ദുഃഖം തിരിച്ചറിയലാണ് പ്രധാനം. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മനസ്സിലാക്കി അവരുടെ നിലയിൽ നിന്ന് ചിന്തിക്കാനുള്ളൊരു കഴിവ് കൂടിയാണിത്. കൂടാതെ സഹാനുഭൂതിയോടെ അവരുടെ ദുഃഖത്തിൽ പങ്കുവഹിക്കുന്ന മനോഭാവവും കാണിക്കുന്നു. സഹായം ചെയ്യാനുള്ള ആഗ്രഹം മാത്രമല്ല, അവരുടെ ദുഃഖം തീർക്കാനോ കുറയ്ക്കാനോ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നു. ഈ ചിന്തകളിൽ അവരിൽ ഉണ്ടാകുന്നത് എന്തെങ്കിലും സ്വന്തമായ ഗുണത്തിന് വേണ്ടിയല്ല, നിസ്വാർത്ഥത കൊണ്ടാണ് നടപ്പിലാക്കുന്നത്. ജീവിതത്തിലും സമൂഹത്തിലും കരുണയുടെ പ്രാധാന്യം എന്താണ്? സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. മനുഷ്യരിൽ ആന്തരിക ബഹുമാനം വളരുന്നു. ബന്ധങ്ങൾ അടുപ്പമാർഗമാക്കുന്നു. അന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നു. ഒരു സമൂഹത്തിൽ കരുണയുള്ളവർ കൂടുതൽ ഏകതയും സഹകരണവും ഉണ്ടാക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിനായി പ്രവർത്തിക്കുന്നതിൽ ആന്തരിക സമാധാനമുണ്ടാകുന്നു. വ്യക്തിയുടെ ജീവിതത്തിൽ കരുണയുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ ആത്മാർത്ഥത, മനോഹാരിത, സാമൂഹിക ബാധ്യത എന്നിവയെ ശക്തമാക്കുന്നു. സമൂഹത്തിൽ കരുണ ഒരു അത്യന്തം വിലപ്പെട്ട ഗുണമാണ്. അത് വ്യക്തിയുടെ മാത്രമല്ല, സാമൂഹിക ബന്ധങ്ങളുടെ ഗുണനിലവാരത്തെയും നിർണ്ണയിക്കുന്നു. കരുണ കാണിക്കുന്ന വ്യക്തിയെ ആളുകൾ ആദരവോടെ കാണുന്നു. ഇത്തരത്തിലുള്ളവർക്ക് സമൂഹത്തിൽ പ്രശംസയും വിശ്വാസവും ഉയരുന്നു. കരുണയുള്ളവർ സംഘത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവരും സഹായിക്കാൻ പ്രേരിതരാകുന്നു. ഇത് സമൂഹത്തിൽ ഏകതയും സഹകരണവുമാണ് വളർത്തുന്നത്. കരുണയുള്ള ഒരു സമൂഹത്തിന് സമൂഹം ആക്രമണം, തർക്ക വിഷയങ്ങൾ, ബഹുസംഘർഷം എന്നിവ കുറയ്ക്കുവാൻ കഴിയും. മറ്റുള്ളവരുടെ സ്ഥിതി മനസ്സിലാക്കുന്നതിനാൽ ചുരുങ്ങിയ ആശങ്കകളും മനസ്സിലെ വിരോധങ്ങളും നീങ്ങുന്നു. ശിക്ഷണാത്മക സ്വഭാവത്തിൽ മാറ്റം വരികയും കുട്ടികളെയും യുവജനങ്ങളെയും നല്ല മൂല്യങ്ങളിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കുന്നു. കരുണ ആദർശപരമായ രീതിയിൽ മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. നീതിയും സാമൂഹിക ഉത്തരവാദിത്വവും ഉണ്ടാകുന്നു. സമൂഹത്തിൽ നീതി പുലർത്തുന്ന വ്യക്തികൾക്ക് കരുണ ഒരു പ്രധാന ഘടകമാണ്. അനീതിയും അന്യായവും കുറയ്ക്കാൻ സമൂഹം കരുണയുള്ള ആളുകളുടെ ഉപദേശം സ്വീകരിക്കുന്നു. അതുകൊണ്ട് കരുണ ഒരു വ്യക്തിയുടെ സാമൂഹിക മൂല്യത്തെയും ഉയർത്തുന്നു. സാമൂഹിക ബന്ധങ്ങളെ ശക്തമാക്കുന്നു. സമാധാനപരമായ സമൂഹം വളർത്തുന്നു. മറ്റുള്ളവരെ ഉദ്ദേശപൂർവ്വം സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നു. കരുണയില്ലാത്ത സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. കരുണയില്ലാത്ത സമൂഹത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ദൃശ്യമാണ്. ഇത് വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, ആ സമൂഹത്തിൻ്റെ സ്ഥിരതയ്ക്കും ഭദ്രതയ്ക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. സാമൂഹിക ബന്ധങ്ങളുടെ ക്ഷയം സംഭവിക്കുന്നു. ആളുകൾ ഒരുമിച്ച് സഹകരിക്കാതെ പോകും. എല്ലാവരും സ്വന്തം ഗുണം മാത്രം നോക്കുന്നു. വ്യക്തിഗത ബന്ധങ്ങളിൽ വിശ്വാസവും ബഹുമാനവും കുറയുന്നു. വിരോധവും സംഘർഷവും ഉടലെടുക്കുന്നു. മറ്റാർക്ക് ദുഃഖമുണ്ടെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ പോലും വൻ തർക്കങ്ങൾക്കും കലഹങ്ങൾക്കും കാരണമാകും. നിരന്തരം മത്സരവും ശക്തിപരമായ പോരാട്ടവും സമൂഹത്തെ ആപത്തിലേക്ക് നയിക്കുന്നു. കരുണയില്ലാത്തവർക്ക് ന്യായമായ പരിഗണന കുറയുന്നു. പിഴവുകൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരെ ഉപേക്ഷിച്ച് അന്യായപരമായി പ്രവർത്തിക്കുന്ന പ്രവണതയും കൂടുന്നു. കരുണയില്ലാത്ത സമൂഹത്തിൽ ആളുകൾക്ക് സുരക്ഷിതത്വം കുറയും. ഒറ്റപ്പെടലും ആത്മവിശ്വാസക്കുറവും വർദ്ധിക്കുന്നു. വികസനത്തിൻ്റെ തടസ്സം അനുഭവപ്പെടുന്നു. സഹകരണവും സഹായവുമായുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. സാമൂഹിക പദ്ധതികളും വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ബുദ്ധിമുട്ട് നേരിടുന്നു. ചുരുക്കി പറഞ്ഞാൽ കരുണയില്ലാത്ത സമൂഹം തർക്കപൂർണവും അനീതിപൂർണവും അസ്ഥിരവും നിറഞ്ഞതായിരിക്കും. അതിനാൽ കരുണ ഒരു വ്യക്തിയും സമൂഹവും ശക്തവും സമാധാനപരവുമാക്കാനുള്ള മുഖ്യ ഘടകമാണ്. കരുണയും കടമയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവ തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതാണ്. കാരണം രണ്ടും വ്യക്തിയുടെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അടിസ്ഥാനമാണ്. കരുണയും കടമയും ഒന്നിക്കുമ്പോഴാണ് ഉത്തരവാദിത്വത്തോടെ സഹായം ചെയ്യാൻ ഒരാൾക്ക് കഴിയുന്നത്. കരുണയുള്ള വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. കടമയുള്ളവൻ ആ സഹായം നിഷ്ഠയോടെ ഉത്തരവാദിത്വത്തോടെ നടപ്പാക്കുന്നു. ഉദാഹരണത്തിന്, ഒരു രോഗിയെ സഹായിക്കുന്ന ഡോക്ടർ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തകൻ കരുണയോട് രോഗിയുടെ വേദന അനുഭവിക്കുന്നു, കടമ പാലിച്ച് ചികിത്സ നൽകുന്നു. സാമൂഹിക ബലം കരുണയും കടമയും ഒന്നിക്കുമ്പോൾ ആ
വ്യക്തി സമൂഹത്തിൽ വിശ്വാസവും ബഹുമാനവും തേടുന്നു. ഉദാഹരണം, ഒരു ടീച്ചർ കുട്ടികളുടെ ഭാവിയെ സംരക്ഷിക്കാൻ കരുണയോടെ അധ്യയനം നടത്തുകയും കടമ പാലിച്ച് പഠന സഹായം ചെയ്യുകയും ചെയ്യുന്നു. ആന്തരിക ശാന്തിയും മാനസിക സംതൃപ്തിയും കരുണ കാരണം മനസ്സിൽ സാന്നിധ്യം അനുഭവിക്കുന്നു. കടമ ഉള്ളതുകൊണ്ട് പ്രവർത്തനം നിഷ്ഠയോട് പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഇത് ആന്തരിക സമാധാനവും ആത്മവിശ്വാസവും നൽകുന്നു. ജീവിതത്തിൻ്റെ ദിശ നിർണയം കരുണ മാത്രമല്ല, കടമ പാലിക്കുമ്പോഴും ജീവിതം ഒരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. ഇത് വ്യക്തിയെ മാനസികമായി ശക്തമാക്കുവാനും സാമൂഹികമായി വിശ്വസനീയമായ ഒരു വ്യക്തിയാക്കുവാനും കഴിയുന്നു. കരുണ മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കാനുള്ള മനസ്സിൻ്റെ ദിശയാണ്. എന്നാൽ കടമ ഉത്തരവാദിത്വം പാലിച്ച് സഹായം നടത്താനുള്ള പ്രവർത്തനത്തിലെ ദിശയാണെന്ന് പറയാം. രണ്ടും ഒരുമിക്കുമ്പോൾ മനസ്സും പ്രവർത്തനവും സംയോജിതമായ ശക്തിയേകുന്നു. വ്യക്തിയും സമൂഹവും ഉന്നതിയിലേക്ക് നീങ്ങുന്നു. ധാരാളം ജീവിതാനുഭവങ്ങൾ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ കരുണ എന്താണെന്നും കരുണയില്ലെങ്കിലുള്ള തിക്തഫലങ്ങൾ വ്യക്തിജീവിതത്തെയും സമൂഹത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നും പല സന്ദർഭങ്ങളിൽ കൂടിയും എനിക്ക് കാണാനിടയായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പങ്കിടുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.